അപ്പോൾ ആമസോണിൽ നിന്ന് നമുക്ക് വേണ്ടപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു പാക്കേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊട്ടിക്കാം. ഫുള്ളി ക്ലോസ്ഡായി തന്നെയാണ് വരുന്നത്. ആമസോണിൻ്റെ പാക്കറ്റ് അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്കത് പൊട്ടിച്ചെടുക്കാം. ഓക്കെ, നമ്മൾ പകുതിയോളം കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് സാധനം ഇങ്ങനെ എടുക്കാം. ചെറിയ പാക്കറ്റാണ്, വലിയ കവറാണെങ്കിലും ചെറിയ പാക്കറ്റാണ്. പാക്കറ്റ് നമ്മൾ എടുക്കുകയാണ്. ഇച്ചിരി വിലപിടിപ്പുള്ള സാധനം ആയതുകൊണ്ട് തന്നെയാണ് നല്ല രീതിയിലുള്ള പാക്കിങ് കാര്യങ്ങളും വരുന്നത്. ഇത് ഫുള്ളി സീൽഡാണ്. ഇവിടെ സീലൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്കതിവിടെ കട്ട് ചെയ്യാം. സെൽഫി സ്റ്റാൻഡ് എടുക്കാൻ ഞാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഇതൊരു പാട്. സെൽഫി സ്റ്റാൻഡ് ഇട്ടിട്ട് എടുക്കാമായിരുന്നു. അപ്പോൾ ആ പാക്കറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ സാധനം വന്നിട്ടുണ്ട്. അതെ, ബില്ല് കവർ മാറ്റാം. നമുക്ക് പാക്ക് ചെയ്തൊന്ന് കവർ മാറ്റിയിട്ടുണ്ട്. കത്രിക. ഓക്കെ, ആമസോണിൻ്റെ ബില്ലുണ്ട്. ഇത് നെടുനീളം ബില്ലാണ്. ഓക്കെ, അപ്പോൾ ബില്ല് നമ്മൾ കട്ട് ചെയ്യാൻ ഉപയോഗിച്ച കത്രിക മാറ്റി വയ്ക്കുന്നു. ഇതാണ് പ്രോഡക്റ്റ്. Insta360 X3. പിന്നീട് വാറണ്ടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ രജിസ്റ്റർ ഫോർ വാറണ്ടിക്ക് വേണ്ടി QR കോഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പാക്കിൻ്റെ ഈ സൈഡിൽ വരുമ്പോഴത്തേക്ക് അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. 2 മെഗാപിക്സൽ 360 ഫോട്ടോ, ആക്റ്റീവ് HDR വീഡിയോ, 5.7K 360 ക്യാപ്ചർ, 4K സിംഗിൾ ലെൻസ് മോഡുണ്ട്, ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്ക്, ഫ്ലോ സ്റ്റേറ്റ് സ്റ്റെബിലൈസേഷൻ, 360 ഹൊറിസോണ്ടൽ ലോക്ക്, വാട്ടർ പ്രൂഫ് ടു 10 മീറ്റർ, 31 അടി വരെ വാട്ടർ പ്രൂഫാണ്, വോയിസ് കൺട്രോൾ 2.0, AI പവേർഡ് എഡിറ്റിംഗ്. ഓക്കെ, അതിൻ്റെ മറു സൈഡിൽ നോക്കുമ്പോഴത്തേക്ക് MRP കൊടുത്തിട്ടുണ്ട്. ബ്രാൻഡും കാര്യങ്ങളും Insta360 എന്നാണ് ബ്രാൻഡ് നെയിം. ഓക്കെ, അതുപോലെ മറു സൈഡിൽ എൻ്റെ ഫോട്ടോസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പാക്കറ്റ് ഇനി ഇതിന് മുകളിലൊരു പാക്കറ്റ് ഉണ്ട്, അതുകൂടി നമുക്ക് പൊട്ടിച്ചെടുക്കാം. അതിന് വീണ്ടും കത്രിക എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പാക്കറ്റ് പൊട്ടിക്കാൻ പോകണം. ഇവിടെ കുറച്ച് കീറിയിട്ടുണ്ട്. പുറമേ എടുത്ത് Insta360 X3 ഉണ്ട്. ചാർജ് കേബിൾ, പ്രൊട്ടക്റ്റീവ് പൗച്ച്, ലെൻസ് ക്ലോത്ത്, കിക്ക് സ്റ്റാർട്ട് ഗൈഡ്, വാറണ്ടി കാർഡ് ഇതേ വരുന്നത്. ഇതാണ്. ഇതാണ് നമ്മുടെ ക്യാമറ. അപ്പോൾ നമ്മൾ Insta360യുടെ പാക്കറ്റ് തുറന്നിട്ടുണ്ട്. ഇതാണ് സാധനം. Insta360 ഇവിടെയാണ് വരുന്നത്. Insta360 ഇവിടെയാണ് വരുന്നത്. ഓക്കെ, പാക്കറ്റ് എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്ത് മറ്റൊരു പാക്കറ്റ് കൂടി ഈ ഭാഗത്തുണ്ട്. അത് ഇതാണ്. ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് മെയിനായിട്ട് ഇതിനകത്തൊരു ചാർജിങ് C ടൈപ്പ് കേബിൾ വരുന്നുണ്ട്. ഓക്കെ, ഇത് നോക്കൂ, ഇതാണ് ആ കേബിള്. C ടൈപ്പാണ്. അതിനകത്ത് ഇത് ശരിക്കും ജെല്ലാണ്, സിലിക്ക ജെല്ലാണ്. അറിയാമല്ലോ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന്. പ്രാണികളൊന്നും ഇതിനകത്ത് കയറാതിരിക്കാനും അങ്ങനെയുള്ള സംഭവത്തിന് വേണ്ടിയാണ്. പിന്നെ ഇതിനകത്ത് ഒരു പൗച്ച് വരുന്നുണ്ട്. നമ്മുടെ Insta360 അറിയാമല്ലോ ഈ സംഭവം. ഇത് വളരെ കെയർ ചെയ്യുന്ന സാധനമാണ് കേട്ടോ. പ്രൊജക്റ്റ് ചെയ്താൽ നിൽക്കുന്നത്. അപ്പോൾ അത്രയും കെയർ ചെയ്യണം. അപ്പോൾ അത് നമ്മളങ്ങനെ നിസ്സാരമായിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു കോട്ടിങ് എടുത്തു കഴിഞ്ഞാൽ ഈ സംഭവം നമ്മൾ സ്ക്രാച്ചസ് ഒന്നും വരാണ്ട് നല്ല രീതിയിൽ കെയർ ചെയ്യണം. അപ്പോൾ ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറഞ്ഞുതരാം, എവിടെയാണ് ബാറ്ററിയും കാര്യങ്ങളും വരുന്നതെന്നൊക്കെ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്കിതിൽ പൗച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അത്രയും കെയർ ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ഇതിനകത്തൊരു പൗച്ച് വരുന്നുണ്ട് Insta360യുടെ. നമുക്ക് അഡീഷണൽ വാങ്ങാൻ പൗച്ചൊക്കെ. തൽക്കാലം കമ്പനി തരുന്ന പൗച്ച് ഇവിടെ ഇരിക്കട്ടെ. പിന്നെ ഇതിനകത്ത് വരുന്നത് മാനുവൽസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ Insta360 അവരുടെ കമ്പനിയുടെ തന്നെ ഒരു സ്റ്റിക്കറും കാര്യങ്ങളും വരുന്നുണ്ട്. ഇതൊരു ക്ലോത്താണ് കേട്ടോ. നമ്മുടെ ഈ ക്യാമറ ലെൻസും കാര്യങ്ങളൊക്കെ എപ്പോഴും തുടച്ച് വൃത്തിയാക്കാൻ വേണ്ടിയുള്ള ക്ലോത്ത് ഉണ്ട്. സേഫ്റ്റിയുടെ കാര്യങ്ങളും ഒക്കെ വരുന്ന മാനുവലും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ചാർജിങ് പോർട്ടും കാര്യങ്ങളും
ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് അല്ലേ, അതുണ്ട്. അപ്പോൾ ഇത്രയാണ് വരുന്നത്. അങ്ങനെ നമ്മുടെ Insta360 നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വെച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ Insta360 നമ്മൾ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വരുന്ന ലാംഗ്വേജ് ചോദിച്ചിട്ടുണ്ട്. ലാംഗ്വേജ് ഇംഗ്ലീഷ് കൊടുത്തതിന് ശേഷം പിന്നെ അവിടെ പറയുന്നത് പ്ലീസ് ഡൗൺലോഡ് ദ Insta360 ആപ്പ് ഇൻ ദ ആപ്പ് സ്റ്റോർ ഫോർ ഗൂഗിൾ പ്ലേ ടു ആക്ടിവേറ്റ് യുവർ ക്യാമറ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫോണിൽ Insta360 ആപ്പ് ഡൗൺലോഡ് ചെയ്യണം ഫസ്റ്റ്. എന്നിട്ട് ഈ ഫോണുമായിട്ട് ഇത് കണക്ട് ചെയ്യണം. ഓക്കെ, എന്നിട്ടാണ് ഇതിൻ്റെ ബാക്കിയുള്ള ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അങ്ങനെ നമ്മുടെ Insta360 X3ക്കുള്ള മറ്റ് 2 പ്രോഡക്റ്റ് കൂടി വന്നിരിക്കുകയാണ്. ഒന്ന് ബൈക്ക് മൗണ്ടും മറ്റൊന്ന് നമ്മുടെ അത്യാവശ്യമായിട്ടുള്ള ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്കാണ്. അപ്പോൾ അത് രണ്ടും കൂടി നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് രണ്ടുമാണ്. നമുക്കിത് പാക്കറ്റിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് നോക്കാം. ഇത് നമ്മുടെ ബൈക്ക് മൗണ്ടാണ്. ബൈക്കിൽ മൗണ്ട് ചെയ്യുന്ന ബൈക്കിൽ നമ്മുടെ ആക്ഷൻ ക്യാമറ അല്ലെങ്കിൽ നമ്മുടെ Insta360 X3 മൗണ്ട് ചെയ്യുന്ന ക്ലാമ്പും കാര്യങ്ങളാണ്. അതാണിത് വരുന്നത്. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ് ഈ കാണുന്നത്. നമ്മുടെ സെൽഫി സ്റ്റിക്ക് പാക്കറ്റിനകത്തിരിക്കുന്നത് വീണ്ടും ചെറിയൊരു പാക്കറ്റുണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് പുറത്തേക്ക് എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സെൽഫി സ്റ്റിക്ക്. അപ്പോൾ നമ്മുടെ സെൽഫി സ്റ്റിക്ക് എടുക്കുമ്പോൾ ഇത്രയും ലെങ്ത് ഉണ്ട്. ഏകദേശം 1 മീറ്ററും 20 സെൻറ്റിമീറ്ററാണ് വരുന്നത്. അതുപോലെ തന്നെ Insta360 X3യുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടി നമ്മൾ ഓർഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ മെമ്മറി കാർഡാണ്. നമുക്ക് ഈ പാക്കറ്റ് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഓക്കെ, മെമ്മറി കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇത് സാൻഡിസ്കിൻ്റെ എക്സ്ട്രീം എന്നൊരു മോഡലാണ്. 256 GB ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ Insta360 X3യുടെ പുതിയ മെമ്മറി കാർഡ്. അപ്പോൾ അതിനുശേഷം നമ്മൾ വാങ്ങിയിരിക്കുന്നത് Insta360 നമുക്ക് കെയർ ചെയ്ത് കൊണ്ടു നടക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു ബാഗാണ്. കേബിളൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു കേസ് വാങ്ങിയിട്ടുണ്ട്. റബ്ബർ കേസാണ്. ഞാനിപ്പോൾ ചാർജിനിട്ടേക്കുകയാണ്. ഇതാണ് റബ്ബർ കേസ്. എന്നാൽ പോലും അതിൻ്റെ ലെൻസ് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്താണ് നിൽക്കുന്നത്. അത് നമ്മൾ വളരെ കെയർ ചെയ്യണം. ഓക്കെ, ഇതാണ് റബ്ബർ കേസ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ എൻ്റെ Insta360ക്ക് വേണ്ടി ഞാൻ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ Insta360 X3യിൽ എടുക്കുന്ന വീഡിയോസ് എല്ലാം വഴിയെ വരുന്നതാണ്. അപ്പോൾ എന്തായാലും തുടക്കമാണ്. ചില തെറ്റുകുറ്റങ്ങളൊക്കെ കാണും. അപ്പോൾ എന്തായാലും എഡിറ്റിംഗൊക്കെ പഠിച്ച് സെറ്റായി വരാം നമുക്ക്. ഓക്കെ.